Packing factor of BCC crystal. Packing factor of body-centered cubic structure. ബോഡി-സെൻറ്റേഡ് ക്യൂബിക് സ്ട്രക്ചറിൻ്റെ പാക്കിംഗ് ഫാക്ടറാണ് നമ്മൾ കാണാൻ പോകുന്നത്. നമ്മളുടെ ബോഡി-സെൻറ്റേഡ് ക്യൂബിക് സ്ട്രക്ചറിൻ്റെ കേസിൽ എല്ലാ കോർണറിലും ഓരോ ആറ്റംസ് ഉണ്ടാകും. അതുകൂടാതെ തന്നെ നമ്മളുടെ ക്യൂബിൻ്റെ സെൻറ്ററിൽ ഒരു ആറ്റം കൂടി ഫോം ചെയ്യുന്നുണ്ട്. സോ നമുക്കെന്ത് പറയാൻ പറ്റും? ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ്, കോർണറിലുണ്ടാകുന്ന ആറ്റം 1/8 മാത്രമാണ് കോൺട്രിബ്യൂഷൻ ഉണ്ടാകുന്നത്. അങ്ങനെ 8 ആറ്റംസ് ഉള്ളതിനെ കൊണ്ട് 8 × 1/8 അതാണ് നമ്മളുടെ കോർണറിൽ കാണപ്പെടുന്ന ആറ്റംസിൻ്റെ എണ്ണം. സോ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ ദ യൂണിറ്റ് സെൽ ഈക്വൽ ടു 8 × 1/8 പ്ലസ് 1. ആ 1 എന്ന് പറയുന്ന സെൻട്രലിലുള്ള ഒരു കംപ്ലീറ്റ് ആറ്റമാണ്. BCCയുടെ കേസിൽ 1/8 ആണ് ഓരോ കോർണറിലും ഉണ്ടാകുന്ന ആറ്റത്തിൻ്റെ കോൺട്രിബ്യൂഷൻ ടുവേർഡ്സ് എ യൂണിറ്റ് സെൽ. ഒരു യൂണിറ്റ് സെല്ലിൽ കോർണറിലുള്ള ഒരു ആറ്റത്തിൻ്റെ 1/8 മാത്രമാണ് ഫോം ചെയ്യുന്നത്. അങ്ങനെ 8 കോർണറിലായിട്ട് ആറ്റംസ് ഉള്ളതിനെ കൊണ്ട് 8 × 1/8 പ്ലസ് 1, അങ്ങനെ ടോട്ടൽ 2 ആറ്റംസ് ആണ് നമ്മുടെ യൂണിറ്റ് സെല്ലിൽ ഫോം ചെയ്യുന്നത്. ഇനി നമുക്ക് വോളിയത്തിലേക്ക് പോകാം. വോളിയം ഓഫ് ദി ആറ്റംസ് ഇൻ ദ യൂണിറ്റ് സെൽ. വോളിയത്തിൻ്റെ ഇക്വേഷൻ കാണാൻ വേണ്ടിയിട്ട് നമുക്കറിയാം 4/3 πr³ ആണ്. 2 ആറ്റംസ് ഉള്ളതിനെ കൊണ്ട് 2 × 4/3 πr³. ഇതാണ് നമ്മളുടെ ആറ്റത്തിൻ്റെ ഇക്വേഷൻ, വോളിയം ഓഫ് ദി ആറ്റംസ് ഇൻ ദ യൂണിറ്റ് സെല്ലിൻ്റെ ഇക്വേഷൻ. ഇനി യൂണിറ്റ് സെല്ലിൻ്റെ വോളിയം എ ആണ് നമ്മളുടെ എഡ്ജ് ലെങ്ത് എന്ന് പറയുന്നത്. സോ വോളിയം V = A³ ആണ്. സോ നമുക്ക് വോളിയം ഓഫ് ദി ആറ്റംസ് ഇൻ ദ യൂണിറ്റ് സെല്ലും കിട്ടി, വോളിയം ഓഫ് ഈ യൂണിറ്റ് സെല്ലും കിട്ടി. ഇനി പാക്കിംഗ് ഫാക്ടർ. പാക്കിംഗ് ഫാക്ടർ ഇസ് ഈക്വൽ ടു വോളിയം ഓഫ് ദി ആറ്റംസ് ഇൻ ദ യൂണിറ്റ് സെൽ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ദി യൂണിറ്റ് സെൽ. ദാറ്റ് ഈസ് 8πr³ ഡിവൈഡഡ് ബൈ 3a. 8πr³ 3a³ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാക്കിംഗ് ഫാക്ടർ കിട്ടും. ഇനി നമ്മൾ ഇവിടെ റേഡിയസിൻ്റെ വാല്യൂ ആണ് കാണാൻ പോകുന്നത്. അതിനു മുന്നേ നമുക്കൊരു ഇക്വേഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. AC² = A² + A² which is equal to 2a². ഇത് നമുക്ക് എവിടെ നിന്ന് മനസ്സിലാവുന്നതാണ്? നമ്മുടെ ഫിഗറിലേക്ക് നമുക്കൊന്ന് തിരിച്ചു പോകാം. ഈ ഫിഗറിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആ ക്യൂബിൻ്റെ ബേസ് കാണാം. ആ ബേസിൽ ഒരു സ്ക്വയർ ഷീറ്റാണുള്ളത്. അതിൻ്റെ 2 ഓപ്പോസിറ്റ് കോർണേഴ്സാണ് എയും സിയും. അതിനെ നമ്മൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ് കിട്ടുക. പൈത്തഗോറസ് തിയറം അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഫിഗറിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എ എന്ന് പറയുന്ന എഡ്ജ് ലെങ്ത് 2 സൈഡിലും തന്നിട്ടുണ്ട്. എ എന്ന് സിയിലേക്ക് നമ്മൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? AC² = A² + A² എന്ന് കിട്ടും, വിച്ച് ഇസ് ഈക്വൽ ടു 2a². അതാണ് നമ്മളുടെ ഇക്വേഷനിൽ AC² = A² + A² വിച്ച് ഇസ് ഈക്വൽ ടു 2a² എന്ന് നമ്മൾ എഴുതിയത്. ഇനി അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറൊരു ഇക്വേഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. FC² = AC² + AF². ഈ ഇക്വേഷൻ നമ്മൾ എവിടെ നിന്ന് എടുക്കുകയാണ്? നമ്മളുടെ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് CAF എന്ന് പറയുന്ന 3 കോർണേഴ്സ് കാണാം. F എന്ന് സിയിലേക്ക് നമ്മൾ ഡയഗണലി ജോയിൻ ചെയ്യുകയാണെങ്കിൽ അതെന്താണ്? നമ്മളുടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഹൈപ്പോണ്യൂസ് പോലെ ആക്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? FC² = FA² + AC² ആണ്. FC² = AF² + AC². അങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. അങ്ങനെയാണ് നമുക്ക് ഈ ഇക്വേഷനിലേക്ക് വരുന്നത്. നമുക്ക് ACൻ്റെയും AFൻ്റെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. AC² എന്ന് പറയുന്നത് എന്താണ്? 2a² ആണ്. അതേപോലെ AF² എന്ന് പറയുന്നത് A² ആണ്. അതെങ്ങനെ വരുന്നതാണ്? നമ്മുടെ ഫിഗർ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. AF എന്ന് പറയുന്നതിൻ്റെ ലെങ്ത്ത് A ആണ്. സോ നമുക്കതിനെ A² എന്ന് പറയാം. ACൻ്റെ വാല്യൂ ഓൾറെഡി നമ്മളിവിടെ കണ്ടുപിടിച്ചു, 2a² ആണ്. സോ ആ 2 വാല്യൂസും ഇവിടെ കൊടുക്കാം. സോ FC² = 2a² + A² വിച്ച് ഇസ് ഈക്വൽ ടു 3a² കിട്ടും. ഇനി FCൻ്റെ വാല്യൂ എന്താണ്? നമ്മുടെ സൈഡിലുള്ള ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. FC എന്ന് പറയുന്നത് അതിൽ 3 ആറ്റത്തിൻ്റെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. സെൻട്രലിലെ ആറ്റത്തിൻ്റെ ഫുൾ കോൺട്രിബ്യൂഷനുണ്ട്. കോർണറിൽ കാണുന്ന 2 ആറ്റത്തിൻ്റെ ഹാഫ് കോൺട്രിബ്യൂഷൻ മാത്രമാണുള്ളത്. സോ റേഡിയസ് R, സെൻട്രലിലെ ആറ്റത്തിൻ്റെ എൻറ്റയർ ഡയാമീറ്റർ 2r, പിന്നെ അടുത്ത കോർണറിലെ ആറ്റത്തിൻ്റെ റേഡിയസ് R. അങ്ങനെ മൊത്തം R + 2r + R. നമുക്ക് 4r എന്ന് എഴുതാം. FCൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 4r ആണ്. സോ നമുക്ക് ഇങ്ങനെ എഴുതാം, 4r² = 3a². നമുക്ക് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ആറിൻ്റെ വാല്യൂ എന്ത് കിട്ടും? √3/4a എന്ന് കിട്ടും. ഇനി നമുക്കിപ്പം കിട്ടിയ ഈ വാല്യൂ നമ്മളുടെ പാക്കിംഗ് ഫാക്ടറിൻ്റെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പാക്കിംഗ് ഫാക്ടറിൻ്റെ നമ്മളുടെ ഇക്വേഷൻ എന്തായിരുന്നു? നമുക്കൊന്ന് വേണമെങ്കിൽ പോയി നോക്കാം. നമ്മളുടെ ഇക്വേഷൻ ഇതായിരുന്നു അല്ലേ?
നമ്മുടെ പാക്കിംഗ് ഫാക്ടർ പി എഫ് ഈക്വൽ ടു സ്മോൾ വി ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ വി ആണ്. ദാറ്റ് ഈസ് വോളിയം ഓഫ് ദി ആറ്റംസ് ഇൻ ദ യൂണിറ്റ് സെൽ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ദി യൂണിറ്റ് സെൽ ആണ്. അതിൻ്റെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു, 8πr³ ഡിവൈഡഡ് ബൈ 3a³ ആണ്. ഇതിൽ നമുക്ക് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. റേഡിയസിൻ്റെ വാല്യൂ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ 8π ഡിവൈഡഡ് ബൈ 3, ആറിന് പകരം നമ്മൾ എന്താ ചെയ്യുന്നത്, √3/4 a എന്ന് പറയുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതിൻ്റെ ക്യൂബ് ഡിവൈഡഡ് ബൈ a³ ഉണ്ട്. അത് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, √3/8π എന്ന് പറയുന്ന വാല്യൂ കിട്ടും. പൈൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ മാത്തമാറ്റിക്കലി ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന റിസൾട്ട് 0.68 ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 68%. ഇതാണ് നമ്മളുടെ ബോഡി സെൻറ്റേർഡ് ക്യൂബിക് സ്ട്രക്ചറിൻ്റെ പാക്കിംഗ് ഫാക്ടർ എന്ന് പറയുന്നത്. സോ BCCൻ്റെ പാക്കിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് 0.68 അഥവാ 68% ആണ്. ഇതിൻ്റെ എക്സാമ്പിൾസ് ആണ് നമ്മുടെ ലീത്തിയം, സോഡിയം, പൊട്ടാഷ്യം, ക്രോമിയം എക്സെട്ര. പാക്കിംഗ് ഫാക്ടർ ഓഫ് FCC സ്ട്രക്ചർ. പാക്കിംഗ് ഫാക്ടർ ഓഫ് ഫേസ് സെൻറ്റേർഡ് ക്യൂബിക് സ്ട്രക്ചർ. നമ്മൾ FCCയുടെ പാക്കിംഗ് ഫാക്ടറാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഫേസ് സെൻറ്റേർഡ് ക്യൂബിക് സ്ട്രക്ചറിൻ്റെ കേസിൽ നമുക്കറിയുന്ന ഒരു കാര്യമാണ്, അതിൻ്റെ എല്ലാ കോർണറിലും ആറ്റംസ് ഉണ്ട്. 8 കോർണേഴ്സ് ആണുള്ളത്. ഈ 8 കോർണേഴ്സിലും ആറ്റംസ് ഉണ്ട്. അതുകൂടാതെ തന്നെ അതിൻ്റെ 6 സൈഡുകളാണ് ഉള്ളത് അല്ലേ. ഈ 6 സർഫസിലും ഓരോ ആറ്റംസ് ഉണ്ട്. 6 ഫേസസിലും 6 ആറ്റംസും കൂടി ഫോം ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ആറ്റം നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ ആറ്റത്തിൻ്റെ കേസിൽ 12 ആറ്റംസ് ആണ് നിയർ ബൈ ആയിട്ട് കാണപ്പെടുന്നത്. സോ ഇതിൻ്റെ കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത് 12 ആണ്. ഒരു ആറ്റത്തിൽ നിന്ന് ഇക്വിഡിസ്റ്റൻ്റ് ആയി കാണപ്പെടുന്നത് 12 ആറ്റംസ് ആണ്. സോ കോർഡിനേഷൻ നമ്പർ 12 ആണ്. ഇനി ഇവിടെ നമ്മൾ എത്ര നമ്പർ ഓഫ് ആറ്റംസ് ആണ് യൂണിറ്റ് സെല്ലിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, അതാണ് നമ്മൾ ആദ്യം കാണാൻ പോകുന്നത്. 8 കോർണറിലുള്ള ആറ്റംസും 1/8 മാത്രമാണ് ഒരു യൂണിറ്റ് സെല്ലിൽ കോൺട്രിബ്യൂഷൻ വരുന്നത്. അങ്ങനെ 8 ആറ്റംസ് ആണ് ഉള്ളത്. അതുകൂടാതെ തന്നെ 6 ഫേസിലുള്ള ആറ്റംസിൻ്റെയും ഒരു ഹാഫ് കോൺട്രിബ്യൂഷൻ മാത്രമാണ് ഒരു യൂണിറ്റ് സെല്ലിലേക്ക് ഫോം ചെയ്യുന്നത്. സോ നമുക്ക് 8 × 1/8 + 6 × 1/2 വിച്ച് ഇസ് ഈക്വൽ ടു 4. അതാണ് ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ യൂണിറ്റ് സെൽ എന്ന് പറയുന്നത്. അതിൻ്റെ സ്ട്രക്ചറാണ് നമ്മൾ ഫിഗറിൽ കാണുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ സെൻറ്ററിലൂടെ പാസ് ചെയ്യുന്ന ഒരു ഡയഗണൽ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ കേസിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, നമ്മൾ തൊട്ട് മുന്നേ BCCയിൽ പറഞ്ഞതുപോലെ തന്നെ 4r ആണ് അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത്. 2 സൈഡിലുള്ള എഡ്ജ് ലെങ്ത്ത് a ആയിരിക്കും. സോ നമുക്ക് ഈ റിലേഷൻ ഒന്ന് ഓർത്ത് വെക്കാം, നമുക്ക് ഇക്വേഷനിൽ ആവശ്യം വരും. ഇനി വോളിയം ഓഫ് ഓൾ ആറ്റംസ് ഇൻ ദ യൂണിറ്റ് സെൽ. നമ്മളുടെ യൂണിറ്റ് സെല്ലിലെ എല്ലാ ആറ്റത്തിൻ്റെയും വോളിയത്തിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. 4 ആറ്റംസ് ആണ് ഉള്ളതെന്ന് പറഞ്ഞു. ഒരു ആറ്റത്തിൻ്റെ വോളിയം കാണാൻ ഇക്വേഷൻ 4/3πr³. സോ നമ്മുടെ ഇക്വേഷൻ 4 × 4/3πr³ വരും. 4 നമ്പർ ഓഫ് ആറ്റംസ് ആണ്. 4/3πr³ എന്ന് പറയുന്നത് ഒരു ആറ്റത്തിൻ്റെ വോളിയം. ഇനി വോളിയം ഓഫ് ദി യൂണിറ്റ് സെൽ V = a³ ആണ്. നമ്മുടെ യൂണിറ്റ് സെല്ലിൻ്റെ വോളിയം കാണണമെങ്കിൽ എഡ്ജ് ലെങ്ത്തിൻ്റെ ക്യൂബ് ചെയ്താൽ മതി, a³. സോ പാക്കിംഗ് ഫാക്ടർ PF = small v by capital V. That is volume of all atoms in the unit cell divided by volume of unit cell. നമുക്കിപ്പം കിട്ടിയ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 16πr³ ഡിവൈഡഡ് ബൈ 3a³ ആണ് കിട്ടുന്നത്. ഇവിടെ റേഡിയസിൻ്റെ വാല്യൂ നമുക്ക് പറയാൻ പറ്റും. നമ്മൾ തൊട്ട് മുന്നേ ഒരു ഫിഗർ കണ്ടു അല്ലേ. ഡയഗണൽ എന്ന് പറയുന്നത് 4r ആണെന്നുള്ള കാര്യം നമ്മൾ ആ ഫിഗറിൽ നിന്ന് മനസ്സിലാക്കി. നമ്മളുടെ ഫിഗറിൽ നിന്ന് 2 എഡ്ജ് ലെങ്ത്തും a ആണ്. സോ നമുക്ക് എന്ത് പറയാം, 4r² = a² + a² ആണ്. പൈത്തഗോറസ് തിയറമാണ് അപ്ലൈ ചെയ്തത്. വിച്ച് ഈസ് ഈക്വൽ ടു 2a² എന്നും പറയാം. റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ റേഡിയസ് r = a ഡിവൈഡഡ് ബൈ 2√2 എന്ന് കിട്ടും. ഇതാണ് റേഡിയസിൻ്റെ വാല്യൂ. ഇത് നമ്മൾ തൊട്ട് മേലെ കണ്ട ഇക്വേഷനിൽ, നമ്മുടെ പാക്കിംഗ് ഫാക്ടറിൻ്റെ ഇക്വേഷനിൽ ഈ റേഡിയസിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമ്മളുടെ ഈ പാക്കിംഗ് ഫാക്ടറിൻ്റെ വാല്യൂവിൽ റേഡിയസിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 16π × a³ ഡിവൈഡഡ് ബൈ 3a³ × 2√2ൻ്റെ ക്യൂബ് കിട്ടും. അത് റീഅറേഞ്ച് ചെയ്താൽ π ഡിവൈഡഡ് ബൈ 3√2 കിട്ടും, വിച്ച് ഇസ് ഈക്വൽ ടു 0.74 അല്ലെങ്കിൽ 74%. ഇതാണ് നമ്മളുടെ FCCൻ്റെ പാക്കിംഗ് ഫാക്ടർ എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിൾസ് ആണ് നമ്മളുടെ സ്ക്രീനിൽ താഴെ കൊടുത്തത്. കോപ്പർ, അലൂമിനിയം, ലെഡ്, സിൽവർ എക്സെട്ര ഒക്കെ ഇതിൻ്റെ എക്സാമ്പിൾസ് ആണ്. കോർഡിനേഷൻ നമ്പർ ഓൾറെഡി നമ്മൾ പറഞ്ഞു. FCCൻ്റെ കേസിൽ 12 ആണ് കോർഡിനേഷൻ നമ്പർ വരുന്നത്. മിനിമം 12 ഇല്ലെങ്കിൽ നമ്മൾ അതിനെ ലൂസ്ലി പാക്ഡ് സ്ട്രക്ചർ എന്നാണ് പറയാറ്. ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ FCCൻ്റെ കേസിൽ ഓർത്ത് വെച്ചിരിക്കണം.